ISROയുടെ പ്രോബ-3 ഇരട്ട ഉപഗ്രഹ വിക്ഷേപണം അല്പസമയത്തിനകം നടക്കും. ഇന്ത്യയുടെ അഭിമാന ഏജൻസിയായ ISRO മറ്റൊരു വിജയകരമായ ദൗത്യത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഇന്നലെ നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം മാറ്റിവെച്ചു. ഇന്നത്തേക്ക് ശ്രീഹരിക്കോട്ടയിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് ഉപഗ്രഹങ്ങളുമായി PSLV C-59 അല്പസമയത്തിനകം കുതിച്ചുയരും. ഇന്നലെ നിശ്ചയിച്ച വിക്ഷേപണത്തിന് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് തടസ്സമുണ്ടായത്. ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, ഇന്ന് ഈ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാമോ? ഗോകുൽ, തീർച്ചയായിട്ടും ഇന്ന് ഈ വിക്ഷേപണം, ഈ ചരിത്ര ദൗത്യം ഇന്ത്യക്ക് പൂർത്തിയാക്കാൻ കഴിയും, ISROയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച ആത്മവിശ്വാസമാണ്. ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. കൃത്യമായി പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ഇത്തരത്തിൽ ഈ PSLV C-59 പ്രോബ-3 മിഷൻ ലോഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു വിക്ഷേപണം നടക്കും. 5 മിനിറ്റിനുള്ളിൽ തന്നെ വിക്ഷേപണം നടക്കും എന്നുള്ള കാര്യം ISRO ഉറപ്പ് നൽകുന്നുണ്ട്. അതിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ നടത്തി അവസാനവട്ട ചെക്കിങ്ങുകളൊക്കെ നടത്തിയിരുന്നു. ഇന്നലെ 43 മിനിറ്റ് മാത്രം വിക്ഷേപണത്തിന് ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു ദൗത്യം താൽക്കാലികമായെങ്കിലും ഇന്നത്തേക്ക് നീട്ടിവെക്കേണ്ടി വന്നത്. അത്തരത്തിൽ ഇന്ന് ഒരു ആശങ്കയ്ക്കും ഇടയില്ലാതെ പഴുതുകളൊക്കെയും അടച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദൗത്യവുമായി ISRO മുന്നോട്ട് പോകുന്നത്. കാരണം ഇതൊരു ചരിത്ര ദൗത്യമാണ്. അത്തരത്തിലൊരു സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനായി ഒരു കൃത്രിമ സൂര്യഗ്രഹണമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു മിഷൻ ISRO മുന്നോട്ട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി ഒക്കെ ചേർന്ന് ISRO അത്തരത്തിൽ ഒരു സംരംഭത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിക്ഷേപണ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ പഴുതുകൾക്കിടയില്ല. ഒരു തരത്തിലും അതിനൊരു തിരിച്ചടി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ദൗത്യം ഇന്ന് മാറ്റിവെച്ചത്. കാരണം 2 പേടകങ്ങളാണ് അയക്കുന്നത്. അതിലൊന്ന് ഒന്ന് ഒക്യുൾട്ടറും ഒപ്പം തന്നെ കൊറോണോഗ്രാഫുമാണ്. ഇന്നലെ ഈ ഒക്യുൾട്ടറിൻ്റെ കൊറോണോഗ്രാഫ് പേടകത്തിൽ അവസാന നിമിഷം ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഒരു നിയന്ത്രണ സംവിധാനത്തിൽ ഒരു പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ ഒരു ദൗത്യം മാറ്റിവെക്കേണ്ടി വന്നത്. അത് PSLVയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവല്ല, ഈ ലോഞ്ചറുമായി ബന്ധപ്പെട്ടുള്ള പിഴവല്ല, മറിച്ച് ഇത്തരത്തിൽ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിഴവായിരുന്നു. പേടകങ്ങളുണ്ടായ സാങ്കേതിക പിഴവായിരുന്നു. അത് എന്തായാലും പരിഹരിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇത് പരിഹരിച്ചു. ശേഷം ഇന്ന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഏതാണ്ട് 4 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ചരിത്ര ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ സൂര്യഗ്രഹണ സമയത്ത് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. മറിച്ച് അവിടെ ഒരു കൃത്രിമ സൂര്യഗ്രഹണം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറായിട്ടുള്ള നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വളരെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒന്നിനെക്കുറിച്ച് ISRO ഈ പറയുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി കൈകോർത്തുകൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര ദൗത്യമാണ്. ആ ദൗത്യത്തിന് ഇന്ന് ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മിനിറ്റ് കൂടി കഴിയുമ്പോൾ, കൗണ്ട് ഡൗൺ ഇനി 3 മിനിറ്റിന് താഴെ മാത്രം ബാക്കി നിൽക്കെ ISRO ഒരു ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളെ ആവുകയാണ്. കാരണം ISROയാണ് സമീപിച്ചിരിക്കുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇത്തരത്തിലൊരു ദൗത്യവുമായി നമ്മുടെ PSLV C-59ലാണ് ഇത്തരമൊരു ദൗത്യം അത് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ആകമാനം അഭിമാനിക്കാവുന്ന, ഒപ്പം തന്നെ ഈ പറയുന്ന സൂര്യനെക്കുറിച്ചുള്ള പഠനത്തിൽ, അതിൻ്റെ കൊറോണയെക്കുറിച്ചുള്ള പഠനത്തിൽ ഇത്തരത്തിലൊരു AI സംവിധാനം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിൽ ഒരു തീർച്ചയായും ഇന്ത്യയുടെ അഭിമാന വെഹിക്കിളാണ് PSLV എന്ന് പറയുന്നത്. ഒരുപാട് നിർണായകമായ വിക്ഷേപണങ്ങളിൽ വിജയകരമായി പൂർത്തിയാക്കാൻ ISROയ്ക്ക് സാധ്യമായ ആ വെഹിക്കിൾ തന്നെ, PSLV തന്നെ, ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ISROയെ ആശ്രയിക്കാൻ ഒരുപക്ഷെ ആ PSLVയുടെ വിജയ ചരിത്രം തന്നെയാണ് കാരണമെന്ന് പറയാം. പ്രജിൻ C കണ്ണൻ കൂടി ചേരുന്നുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന്. പ്രജിൻ, ഏറ്റവും നിർണായകമായ ഒരു പഠനത്തിലേക്കാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി കടക്കുന്നത്. അതിന് കാരണക്കാരാകുന്നത്, അതിന് 2 ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് ഇന്ത്യയുടെ അഭിമാന വാഹനമായ PSLV ആണ്. 6 മണിക്കൂർ സൂര്യൻ്റെ പാളികളെ നിരീക്ഷിക്കുവാൻ തക്കതായ അതിന് പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഭ്രമണപഥമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എത്രത്തോളം നിർണായകമാണ് സൂര്യനെ പറ്റിയുള്ള ഈ പഠനത്തിൽ, സൗരഗവേഷണത്തിൽ ഈ ലോഞ്ചിങ്? ഗൂഗിൾ, തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. 1.5 മിനിറ്റ് മാത്രമാണ് ഈ വിക്ഷേപണത്തിന് ഇനി ബാക്കിയുള്ളത്. അത് ആ 1.5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും, ആ കൗണ്ട് ഡൗൺ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും PSLV C-59 നമ്മുടെ ഈ ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് മുകളിലേക്ക് കുതിക്കും. ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നോളജി, അതിന് ഡെമോൺസ്ട്രേഷനാണ് നടക്കാൻ പോകുന്നത്. ഈ ടെക്നോളജി വിജയിച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഒരു യഥാർത്ഥ രീതിയിലുള്ള ഒരു മിഷൻ പിന്നീട് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു.
അതായത് ഈ രീതിയിലുള്ള ഒരു ടെക്നോളജി അത് സഫലമാക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് ആ ടെക്നോളജിക്ക് എന്താണ് സാധ്യമായതാണ് ആ ടെക്നോളജി എന്ന കാര്യം അറിയിക്കുക എന്നതാണ് ഈ ഡെമോൺസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 2 സ്പേസ് ക്രാഫ്റ്റുകളെ ഒരേ സമയം ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ് PSLV. അതിന് യൂറോപ്യൻ സ്പേസ് ഏജൻസി സഹായമായി കൂട്ടിയിരിക്കുന്നത് ISRO ആണ്. അങ്ങനെയാണ് ISRO ഈ ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമാവുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ 2 സ്പേസ് ക്രാഫ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മിഷനിലേക്കായി മാത്രമായി 2 സ്പേസ് ക്രാഫ്റ്റുകൾ ഒരേ സമയം വിക്ഷേപിക്കുന്നത്. അതിന്റെ ആ ഒരു ചരിത്ര നിമിഷം അതിന് ഇനി കേവലം സെക്കൻഡുകൾ മാത്രമാണ്.